പഴയ നിയമത്തിലെ ഏതു പുസ്തകമാണ് യഹൂദ വംശജയല്ലാത്തവളും മൊവാബിയുമായ ഒരു സ്ത്രീയുടെ പേരിൽ അറിയപ്പെടുന്നത്? ഉത്തരം റൂത്തിൻ്റെ പുസ്തകം. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് റൂത്തിനെ സമൃദ്ധമായി അനുഗ്രഹിക്കാൻ കാരണമെന്താണ്? ഉത്തരം അവൾ സുഹൃതിനിയും വിശ്വസ്തയും ആയിരുന്നതുകൊണ്ട്. റൂത്തിൻ്റെ ഭർത്താവ് ഏത് ദേശക്കാരനായിരുന്നു? ഉത്തരം ഇസ്രായേൽക്കാരനായിരുന്നു. റൂത്തിൻ്റെ അമ്മായിയമ്മയുടെ പേരെന്തായിരുന്നു? ഉത്തരം നവോമി. നവോമി ജെറുസലേമിലേക്ക് തിരിച്ചു പോന്നപ്പോൾ റൂത്ത് എന്താണ് ചെയ്തത്? ഉത്തരം തൻ്റെ ഭർത്താവിൻ്റെ ദൈവത്തോടും അമ്മായിയമ്മയോടും വിശ്വസ്തത പുലർത്തിക്കൊണ്ട് അവൾ നവോമിയോടൊപ്പം ജെറുസലേമിലേക്ക് പോന്നു. ജെറുസലേമിൽ വെച്ച് റൂത്ത് ആരുടെ ഭാര്യയായി തീർന്നു? ഉത്തരം മരിച്ചുപോയ തൻ്റെ ഭർത്താവിൻ്റെ ബന്ധുവും സമ്പന്നനുമായ ബോവാസിൻ്റെ ഭാര്യയായി. റൂത്തിൻ്റെ പേര് ചരിത്രത്തിൽ എവിടെയെല്ലാമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ദാവീദിൻ്റെ പിതാക്കന്മാരുടെ പട്ടികയിലും യേശുവിൻ്റെ വംശാവലിയിലും. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി സാർവത്രികമാണ് എന്നതിൻ്റെ സൂചന റൂത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് എങ്ങനെയാണ് വ്യക്തമാകുന്നത്? ഉത്തരം യഹൂദ വംശജയല്ലാത്ത റൂത്തിനെ ദൈവം അനുഗ്രഹിക്കുകയും യേശുവിൻ്റെ വംശാവലിയുടെ ഭാഗമാക്കുകയും ചെയ്തതിലൂടെ. റൂത്തിൻ്റെ പുസ്തകത്തിൽ നാട്ടിൽ ക്ഷാമമുണ്ടായത് ഏത് കാലഘട്ടത്തിലാണ്? ഉത്തരം ന്യായാധിപന്മാരുടെ ഭരണകാലത്ത്. ക്ഷാമം ഉണ്ടായപ്പോൾ മൊവാബ് ദേശത്തേക്ക് കുടിയേറി പാർത്തത് എവിടുത്തെ ആളാണ്? ഉത്തരം യൂദായിലെ ബെത്ലഹേംകാരൻ. ബെത്ലഹേംകാരൻ ആരെല്ലാമായാണ് മൊവാബ് ദേശത്തേക്ക് പോയത്? ഉത്തരം ഭാര്യയോടും തൻ്റെ 2 പുത്രന്മാരോടുമൊപ്പം. നവോമിയുടെ ഭർത്താവിൻ്റെ പേരെന്തായിരുന്നു? ഉത്തരം എലിമലേക്ക്. എലിമലേക്കിൻ്റെയും നവോമിയുടെയും പുത്രന്മാർ ആരെല്ലാമായിരുന്നു? ഉത്തരം മഹ്ലോൻ, കിലിയോൺ. എലിമലേക്കും കുടുംബവും യൂദായിലെ ബെത്ലഹേമിൽ നിന്നുള്ള ഏത് വംശക്കാരായിരുന്നു? ഉത്തരം എഫ്രാത്യർ. എലിമലേക്കും കുടുംബവും എവിടെയാണ് താമസമാക്കിയത്? ഉത്തരം മൊവാബിൽ. എലിമലേക്ക് മരിച്ചതിനു ശേഷം ആരൊക്കെയാണ് ശേഷിച്ചത്? ഉത്തരം നവോമിയും അവളുടെ പുത്രന്മാരും. നവോമിയുടെ ഭർത്താവ് എലിമലേക്ക് മരിച്ചതിനെക്കുറിച്ച് റൂത്തിൻ്റെ പുസ്തകത്തിൽ എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം റൂത്ത് 1-ാം അധ്യായം 3-ാം വാക്യം. നവോമിയുടെ പുത്രന്മാർ വിവാഹം കഴിച്ച മൊവാബിയ സ്ത്രീകൾ ആരൊക്കെയായിരുന്നു? ഉത്തരം ഓർഫ, റൂത്ത്. ഓർഫ, റൂത്ത് എന്നിവർ ഏത് ദേശക്കാരായ സ്ത്രീകളായിരുന്നു? ഉത്തരം മൊവാബിയ സ്ത്രീകൾ. വിവാഹത്തിനു ശേഷം എലിമലേക്കും കുടുംബവും എത്ര വർഷത്തോളമാണ് അവിടെ ജീവിച്ചത്? ഉത്തരം 10 വർഷത്തോളം. നവോമിയുടെ പുത്രന്മാർ മൊവാബ്യ സ്ത്രീകളെ വിവാഹം ചെയ്തതിനെക്കുറിച്ച് റൂത്തിൻ്റെ പുസ്തകത്തിൽ എത്രാം അധ്യായത്തിലാണ് വിവരിക്കുന്നത്? ഉത്തരം റൂത്ത് 1-ാം അധ്യായം 4-ാം വാക്യം. കർത്താവ് തൻ്റെ ജനത്തെ എങ്ങനെ അനുഗ്രഹിക്കുന്നു എന്നാണ് നവോമി കേട്ടത്? ഉത്തരം ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന്. കർത്താവ് തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു എന്ന് കേട്ടപ്പോൾ നവോമി എന്തിനാണ് ഒരുങ്ങിയത്? ഉത്തരം മൊവാബിൽ നിന്ന് തിരികെ പോകാൻ. മരുമക്കളോട് എവിടേക്ക് മടങ്ങിപ്പോകാനാണ് നവോമി ആവശ്യപ്പെട്ടത്? ഉത്തരം തങ്ങളുടെ മാതൃഭവനങ്ങളിലേക്ക്. മരുമക്കൾ ആരോടൊക്കെയാണ് കരുണ കാണിച്ചതെന്നാണ് നവോമി പറയുന്നത്? ഉത്തരം മരിച്ചവരോടും നവോമിയോടും. മരുമക്കൾ കാണിച്ച കരുണയ്ക്ക് പകരമായി കർത്താവ് അവർക്ക് എന്ത് നൽകാനാണ് നവോമി ആശംസിക്കുന്നത്?
ഉത്തരം: കർത്താവ് അവരോടും കരുണ കാണിക്കട്ടെ എന്ന്. നിങ്ങൾ മാതൃഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ എന്ന് നവോമി മരുമക്കളോട് പറയുന്ന വചനം റൂത്തിൻ്റെ പുസ്തകത്തിൽ എവിടെയാണ് കാണുന്നത്? ഉത്തരം: റൂത്ത് 1-ാം അധ്യായം 8-ാം വാക്യം. മരുമക്കൾക്ക് എങ്ങനെയുള്ള ജീവിതം ലഭിക്കാനാണ് നവോമി അവരെ അനുഗ്രഹിക്കുന്നത്? ഉത്തരം: വീണ്ടും വിവാഹം ചെയ്ത് ഒരു കുടുംബജീവിതം നയിക്കാൻ. യാത്ര പറച്ചിലിൻ്റെ സമയത്ത് നവോമി മരുമക്കളോട് തൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചത് എങ്ങനെയായിരുന്നു? ഉത്തരം: അവൾ അവരെ ചുംബിച്ചു. നവോമി അവരെ ചുംബിച്ചപ്പോൾ മരുമക്കളുടെ പ്രതികരണം എന്തായിരുന്നു? ഉത്തരം: അവർ പൊട്ടിക്കരഞ്ഞു. വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന വചനം റൂത്തിൻ്റെ പുസ്തകത്തിൽ എവിടെയാണ് കാണുന്നത്? ഉത്തരം: റൂത്ത് 1-ാം അധ്യായം 9-ാം വാക്യം. നവോമി മടങ്ങിപ്പോകാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ പോകുന്നില്ല എന്ന് മറുപടി നൽകിയത് ആരാണ്? ഉത്തരം: നവോമിയുടെ മരുമക്കൾ. തങ്ങൾ ആരുടെ ആളുകളുടെ അടുത്തേക്ക് വരുന്നുവെന്നാണ് മരുമക്കൾ നവോമിയോട് പറയുന്നത്? ഉത്തരം: അമ്മയുടെ ആളുകളുടെ അടുത്തേക്ക്. മരുമക്കൾ തൻ്റെ കൂടെ വരുന്നതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് നവോമി അവരോട് ചോദിച്ചത് എന്താണ്? ഉത്തരം: എന്തിന് എന്നോടുകൂടെ വരുന്നു? നിങ്ങൾക്ക് ഭർത്താക്കന്മാരാകാൻ എനിക്കിനി പുത്രന്മാർ ഉണ്ടാകുമോ എന്ന്. നവോമി മരുമക്കളോട് മടങ്ങിപ്പോകാൻ പറയാൻ കാരണമായി തൻ്റെ പ്രായത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം: വിവാഹം ചെയ്യാൻ കഴിയാത്ത വിധം താൻ വൃദ്ധയായിരിക്കുന്നു എന്ന്. അഥവാ ഈ രാത്രി തന്നെ എന്നു തുടങ്ങുന്ന വാക്യത്തിൽ നവോമി എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? ഉത്തരം: ഭർത്താവിനെ സ്വീകരിച്ച് പുത്രന്മാരെ ഗർഭം ധരിച്ചാൽ തന്നെ എന്ന്. തനിക്ക് പുത്രന്മാർ ജനിച്ചാൽ തന്നെ അവർക്ക് പ്രായമാകുന്നതുവരെ മരുമക്കൾ എന്തു ചെയ്യുമോ എന്നാണ് നവോമി ചോദിക്കുന്നത്. ഉത്തരം: കാത്തിരിക്കുമോ എന്ന്. ആരുടെ കരമാണ് തനിക്കെതിരായി ഉയർന്നിരിക്കുന്നത് എന്നാണ് നവോമി പറയുന്നത്? ഉത്തരം: കർത്താവിൻ്റെ കരം. താൻ അത്യന്തം വ്യസനിക്കേണ്ടി വരുന്നത് ആരെ പ്രതിയാണെന്നാണ് നവോമി മരുമക്കളോട് വ്യക്തമാക്കുന്നത്? ഉത്തരം: മരുമക്കളെ പ്രതി. നവോമിയുടെ വാക്കുകൾ കേട്ട മരുമക്കൾ വീണ്ടും എന്തു ചെയ്തു? ഉത്തരം: അവർ പൊട്ടിക്കരഞ്ഞു. അമ്മായിയമ്മയെ ചുംബിച്ച് വിടവാങ്ങിയത് ആരായിരുന്നു? ഉത്തരം: ഓർഫ. അമ്മായിയമ്മയായ നവോമിയെ പിരിയാതെ കൂടെ തന്നെ നിന്നത് ആര്? ഉത്തരം: റൂത്ത്. ഓർഫ വിട പറയുകയും റൂത്ത് നവോമിയെ പിരിയാതെ നിൽക്കുകയും ചെയ്യുന്ന വികാരനിർഭരമായ ഈ രംഗം റൂത്തിൻ്റെ പുസ്തകത്തിൽ എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം: റൂത്ത് 1-ാം അധ്യായം 14-ാം വാക്യം. റൂത്തിൻ്റെ സഹോദരിയായ ഓർഫ ആരുടെ അടുത്തേക്കാണ് മടങ്ങിപ്പോയത് എന്നാണ് നവോമി പറയുന്നത്? ഉത്തരം: അവളുടെ ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക്. ഓർഫ മടങ്ങിപ്പോയതുപോലെ ആരും മടങ്ങിപ്പോകണമെന്നാണ് നവോമി ആവശ്യപ്പെടുന്നത്? ഉത്തരം: റൂത്തും മടങ്ങിപ്പോകണമെന്ന്. നിന്റെ സഹോദരി ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക് മടങ്ങിപ്പോയല്ലോ എന്ന് നവോമി ആരോടാണ് പറയുന്നത്? ഉത്തരം: റൂത്തിനോട്. ഓർഫ തൻ്റെ ദേവന്മാരുടെ അടുത്തേക്ക് മടങ്ങിയ കാര്യം റൂത്തിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവളോടുകൂടെ തിരിച്ചു പോകാൻ നവോമി നിർബന്ധിക്കുന്ന വചനം ഏതാണ്? ഉത്തരം: റൂത്ത് 1-ാം അധ്യായം 15-ാം വാക്യം. അമ്മായിയമ്മയോട് കൂടെ പോരാൻ ഉറച്ചുകൊണ്ട് റൂത്ത് പറഞ്ഞ ശക്തമായ വാക്കുകൾ എന്തായിരുന്നു? ഉത്തരം: അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ എന്നോട് പറയരുത്. അമ്മ പോകുന്നിടത്തും വസിക്കുന്നിടത്തും താൻ എന്തു ചെയ്യുമെന്നാണ് റൂത്ത് പറയുന്നത്? ഉത്തരം: അമ്മ പോകുന്നിടത്ത് ഞാനും വരും, വസിക്കുന്നിടത്ത് ഞാനും വസിക്കും. അമ്മയുടെ ആളുകളെയും ദൈവത്തെയും റൂത്ത് എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ഉത്തരം: അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാരും അമ്മയുടെ ദൈവം എൻ്റെ ദൈവവുമായിരിക്കും. അമ്മയുടെ ദൈവം എൻ്റെ ദൈവമായിരിക്കും എന്ന് റൂത്ത് നവോമിയോട് പ്രഖ്യാപിക്കുന്ന വചനം ഏതാണ്?
ഉത്തരം റൂത്ത് 1:16 മരണം തന്നെ എന്നെ അമ്മയിൽ നിന്ന് വേർപെടുത്തിയാൽ കർത്താവ് എന്തു ശിക്ഷയും എനിക്ക് നൽകിക്കൊള്ളട്ടെ എന്ന് റൂത്ത് നവോമിയോട് പറയുന്ന വചനം ഏതാണ്? ഉത്തരം റൂത്ത് 1:17 റൂത്ത് തന്നോടുകൂടെ പോരാൻ ഉറച്ചു എന്ന് കണ്ടപ്പോൾ നവോമി പിന്നീട് എന്ത് ചെയ്തില്ല? ഉത്തരം അവളെ തിരിച്ചു പോകാൻ നിർബന്ധിച്ചില്ല. മോവാബിൽ നിന്ന് യാത്ര തിരിച്ച നവോമിയും റൂത്തും ഒടുവിൽ ഏത് സ്ഥലത്താണ് എത്തിച്ചേർന്നത്? ഉത്തരം ബെത്ലഹേമിൽ. അവരെ കണ്ടപ്പോൾ പട്ടണം മുഴുവൻ്റെയും പ്രതികരണം എന്തായിരുന്നു? ഉത്തരം പട്ടണം മുഴുവൻ അവരെ കണ്ട് വിസ്മയിച്ചു. അവരെ കണ്ടപ്പോൾ അവിടുത്തെ സ്ത്രീകൾ പരസ്പരം ചോദിച്ചത് എന്തായിരുന്നു? ഉത്തരം ഇത് നവോമിയോ എന്ന്. നവോമിയുടെയും റൂത്തിൻ്റെയും ബെത്ലഹേം പ്രവേശനത്തെക്കുറിച്ചും അത് ജനങ്ങളിലുണ്ടാക്കിയ ആശ്ചര്യത്തെക്കുറിച്ചും വ്യക്തമാക്കുന്ന വചനഭാഗം ഏതാണ്? ഉത്തരം റൂത്ത് 1:19 തന്നെ നവോമി എന്ന് വിളിക്കരുതെന്നും പകരം എന്താണ് വിളിക്കേണ്ടതെന്നും ആണ് അവൾ ആവശ്യപ്പെടുന്നത്. ഉത്തരം മാറ. തന്നോട് വളരെ കഠിനമായി പ്രവർത്തിച്ചത് ആരാണെന്നാണ് നവോമി പറയുന്നത്? ഉത്തരം സർവശക്തൻ. തന്നെ മാറ എന്ന് വിളിക്കാൻ കാരണമായി നവോമി പറയുന്നത് എന്താണ്? ഉത്തരം സർവശക്തൻ തന്നോട് വളരെ കഠിനമായിട്ടാണ് പ്രവർത്തിച്ചത്. തന്നെ നവോമി എന്ന് വിളിക്കരുതെന്ന് പറയാൻ അവൾ ചൂണ്ടിക്കാണിക്കുന്ന കാരണങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനം ഏത്? ഉത്തരം എല്ലാം തികഞ്ഞവളായി ഞാൻ ഇവിടെ നിന്ന് പോയി, ഒന്നുമില്ലാത്തവളായി. കർത്താവ് എന്നെ തിരിച്ചയച്ചു. കർത്താവ് എന്നെ ഞെരുക്കുകയും സർവശക്തൻ എനിക്ക് ആപത്ത് വരുത്തുകയും ചെയ്യുമ്പോൾ എന്തിനെന്നെ നവോമി എന്ന് വിളിക്കുന്നു? റൂത്ത് 1:21 നവോമി എന്ന പേരിൻ്റെ അർത്ഥം എന്ത്? ഉത്തരം സന്തുഷ്ട. എല്ലാം തികഞ്ഞവളായി ഞാൻ ഇവിടെ നിന്ന് പോയി, ഒന്നുമില്ലാത്തവളായി കർത്താവ് എന്നെ തിരിച്ചയച്ചു എന്ന നവോമിയുടെ വിലാപം റൂത്തിൻ്റെ പുസ്തകത്തിൽ എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം റൂത്ത് 1:21 നവോമി മരുമകൾ റൂത്തിനോടുകൂടെ ബെത്ലഹേമിൽ എത്തിയപ്പോൾ ഏത് വിളവെടുപ്പ് കാലമായിരുന്നു? ഉത്തരം ബാർലി കൊയ്ത്ത് തുടങ്ങിയപ്പോൾ. നവോമിയുടെ ഭർതൃകുടുംബത്തിൽപ്പെട്ട ധനികനായ വ്യക്തി ആരായിരുന്നു? ഉത്തരം ബോവാസ്. അമ്മായിയമ്മയായ നവോമിയോട് അനുവാദം ചോദിച്ച് റൂത്ത് എന്തിനാണ് വയലിലേക്ക് പോയത്? ഉത്തരം കൊയ്ത്തുകാരുടെ പുറകെ നടന്ന് കാല പെറുക്കാൻ. റൂത്ത് 2:2 സമാനമായ വചനഭാഗങ്ങൾ ഏതെല്ലാം? ഉത്തരം ലേവ്യർ 19 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, നിയമാവർത്തനം 24 19 വയലിൽ കാല പെറുക്കാൻ വന്ന റൂത്തിനെക്കുറിച്ച് ബോവാസ് ചോദിച്ചപ്പോൾ മേൽനോട്ടക്കാരനായ ഭൃത്യൻ എന്താണ് മറുപടി നൽകിയത്? ഉത്തരം നവോമിയോടൊപ്പം മോവാബിൽ നിന്ന് വന്ന മോവാബിയ സ്ത്രീയാണെന്നും രാവിലെ മുതൽ ഇതുവരെ വിശ്രമമില്ലാതെ കാല പെറുക്കുകയാണെന്നും മറുപടി നൽകി. മറ്റു വയലുകളിൽ പോകാതെ തൻ്റെ ദാസിമാരോടൊപ്പം ചേർന്നുകൊള്ളാൻ റൂത്തിനോട് ആവശ്യപ്പെട്ടത് ആരാണ്? ഉത്തരം ബോവാസ്. റൂത്തിനെ ശല്യപ്പെടുത്തരുതെന്ന് ബോവാസ് ആരോടാണ് പറഞ്ഞിരുന്നത്? ഉത്തരം തൻ്റെ ഭൃത്യന്മാരോട്. ദാഹിക്കുമ്പോൾ എവിടെ നിന്നാണ് വെള്ളം കുടിക്കാൻ ബോവാസ് റൂത്തിന് അനുവാദം നൽകിയത്? ഉത്തരം ഭൃത്യന്മാർ കോരിവെച്ചിട്ടുള്ള വെള്ളം കുടിക്കാൻ. ബോവാസിൻ്റെ കരുണയ്ക്ക് മുന്നിൽ റൂത്ത് എങ്ങനെയാണ് നന്ദി പ്രകടിപ്പിച്ചത്? ഉത്തരം സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട്. അന്യനാട്ടുകാരിയായ തന്നോട് കരുണ കാണിക്കാൻ താൻ എന്ത് നന്മയാണ് ചെയ്തതെന്ന് ചോദിച്ച റൂത്തിന് ബോവാസ് നൽകിയ മറുപടി എന്തായിരുന്നു? ഉത്തരം ഭർത്താവിൻ്റെ മരണശേഷം റൂത്ത് അമ്മായിയമ്മയ്ക്ക് വേണ്ടി ചെയ്തതും സ്വന്തം മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട്
അപരിചിതരായ ജനത്തിൻ്റെ ഇടയിൽ വന്നതുമെല്ലാം തനിക്ക് അറിയാമെന്ന് ബോവാസ് പറഞ്ഞു. ഭക്ഷണ സമയത്ത് ബോവാസ് റൂത്തിന് എന്താണ് കഴിക്കാൻ നൽകിയത്? ഉത്തരം: വീഞ്ഞിൽ മുക്കിയ അപ്പവും മലരും. റൂത്തിന് ധാരാളം ധാന്യം ലഭിക്കാൻ വേണ്ടി കറ്റകളിൽ നിന്ന് കുറേശ്ശെ വലിച്ചൂരി പെറുക്കാൻ ഇടണമെന്ന് ബോവാസ് ആരോടാണ് കൽപ്പിച്ചത്? ഉത്തരം: തൻ്റെ ഭൃത്യന്മാരോട്. സന്ധ്യ വരെ കാലാപെറുക്കി മെതിച്ചപ്പോൾ റൂത്തിന് എത്ര അളവ് ബാർലിയാണ് ലഭിച്ചത്? ഉത്തരം: ഏകദേശം 1 ഏഫാ ബാർലി. വയലിൽ നിന്ന് ശേഖരിച്ച ധാന്യവുമായി റൂത്ത് എവിടേക്കാണ് പോയത്? അവിടെ അവൾ എന്താണ് ചെയ്തത്? ഉത്തരം: അവൾ നഗരത്തിലേക്ക് പോയി താൻ ശേഖരിച്ച ധാന്യം അമ്മായിയമ്മയെ കാണിക്കുകയും ബാക്കി വന്ന ആഹാരം അവൾക്ക് കൊടുക്കുകയും ചെയ്തു. റൂത്ത് മടങ്ങി വന്നപ്പോൾ അമ്മായിയമ്മയായ നവോമി ചോദിച്ച ചോദ്യങ്ങൾ എന്തെല്ലാം? ഉത്തരം: എവിടെയാണ് ഇന്ന് നീ കാലാപെറുക്കിയത്? എവിടെയാണ് ഇന്ന് നീ ജോലി ചെയ്തത്? ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്ന കർത്താവ് ആരെ അനുഗ്രഹിക്കട്ടെ എന്നാണ് നവോമി പ്രാർത്ഥിക്കുന്നത്? ഉത്തരം: ബോവാസിനെ. ബോവാസ് തങ്ങൾക്ക് ആരാണെന്നാണ് നവോമി മരുമകളോട് വ്യക്തമാക്കുന്നത്? ഉത്തരം: അവൻ തങ്ങളുടെ ബന്ധുവാണ്, ഉറ്റ ബന്ധുവാണ്. കൊയ്ത്ത് മുഴുവൻ തീരുവോളം ആരുടെ കൂടെ ഉണ്ടായിരിക്കണമെന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞിരുന്നത്? ഉത്തരം: തൻ്റെ വേലക്കാരോട് കൂടെ. മറ്റു വയലുകളിൽ പോകാതെ ബോവാസിൻ്റെ ദാസിമാരോടുകൂടെ പോകുന്നത് നല്ലതാണെന്ന് നവോമി പറയാൻ കാരണമെന്ത്? ഉത്തരം: മറ്റു വയലുകളിൽ പോയാൽ ശല്യമേൽക്കാനിടയാകും എന്നതുകൊണ്ട്. ഏതെല്ലാം ധാന്യങ്ങളുടെ വിളവെടുപ്പ് കഴിയുന്നതുവരെയാണ് റൂത്ത് ബോവാസിൻ്റെ ദാസിമാരോട് ചേർന്ന് നിന്ന് കാലാപെറുക്കിയത്? ഉത്തരം: ബാർലിയുടെയും ഗോതമ്പിൻ്റെയും വിളവെടുപ്പ് കഴിയുന്നതുവരെ. റൂത്തിനെ എന്തിലേക്ക് പ്രവേശിപ്പിക്കുക തൻ്റെ കടമയല്ലേ എന്നാണ് നവോമി റൂത്ത് 3-ാം അധ്യായം 1 പറയുന്നത്? ഉത്തരം: സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ. ബോവാസ് തങ്ങൾക്ക് ആരാണെന്നാണ് നവോമി 3-ാം അധ്യായം 2 വ്യക്തമാക്കുന്നത്? ഉത്തരം: തങ്ങളുടെ ബന്ധുവാണെന്ന്. മെതിക്കളത്തിൽ ബാർലി പാറ്റാൻ പോയ ബോവാസിൻ്റെ അരികിലേക്ക് എങ്ങനെയൊക്കെ ഒരുങ്ങിപ്പോകാനാണ് നവോമി റൂത്തിന് ഉപദേശം നൽകിയത്? ഉത്തരം: കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ച് ചെല്ലാൻ ആവശ്യപ്പെട്ടു. മെതിക്കളത്തിൽ ഉറങ്ങിക്കിടന്ന ബോവാസിൻ്റെ കാൽക്കൽ വന്ന് കിടന്ന റൂത്തിനോട് നീ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അവൾ നൽകിയ മറുപടി എന്തായിരുന്നു? ഉത്തരം: ഞാൻ അങ്ങയുടെ ദാസിയായ റൂത്താണ്. അങ്ങെൻ്റെ അടുത്ത ബന്ധുവാകയാൽ അങ്ങയുടെ വസ്ത്രം ഈ ദാസിയുടെ മേൽ വിരിച്ച് എന്നെ സ്വീകരിക്കുക. റൂത്ത് 4-ാം അധ്യായം 1 ബോവാസ് എവിടെ ചെന്നു എന്നാണ് പറയുന്നത്? ഉത്തരം: നഗരവാതിൽക്കൽ. സ്നേഹിത, ഇവിടെ വന്ന് അല്പനേരം ഇരിക്കൂ എന്ന് ബോവാസ് ആവശ്യപ്പെട്ടപ്പോൾ ആ ബന്ധു എന്താണ് ചെയ്തത്? ഉത്തരം: അവൻ അങ്ങനെ ചെയ്തു. ആരുടെയൊക്കെ സാന്നിധ്യത്തിൽ നിലം വാങ്ങണം എന്നാണ് ബോവാസ് ആവശ്യപ്പെടുന്നത്? ഉത്തരം: അവിടെ ഇരിക്കുന്നവരുടെയും ബോവാസിൻ്റെ ജനത്തിലെ ശ്രേഷ്ഠന്മാരുടെയും സാന്നിധ്യത്തിൽ. ബോവാസിനേക്കാൾ അടുത്ത മറ്റൊരു ബന്ധുവിന് റൂത്തിനെ വീണ്ടെടുക്കാൻ അവകാശമുണ്ടായിരുന്നിട്ടും അയാൾ അത് വേണ്ടെന്ന് വെക്കാൻ കാരണമെന്ത്? ഉത്തരം: നവോമിയിൽ നിന്ന് വയൽ വാങ്ങുന്ന ദിവസം തന്നെ മരിച്ചവൻ്റെ നാമം നിലനിർത്താൻ റൂത്തിനെയും സ്വീകരിക്കേണ്ടി വരുമെന്നും അതുവഴി സ്വന്തം അവകാശം നഷ്ടപ്പെടാൻ ഇടയാകുമെന്നും കരുതി. വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ച് ഇസ്രായേലിൽ മുമ്പ് നിലവിലിരുന്ന നിയമപരമായ അടയാളം എന്തായിരുന്നു? ഉത്തരം: ഇടപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരാൾ തൻ്റെ ചെരുപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കുക എന്നതായിരുന്നു രീതി. മരിച്ചവൻ്റെ നാമം എവിടെ നിന്നെല്ലാം മാഞ്ഞു പോകാതിരിക്കാനാണ് ബോവാസ് റൂത്തിനെ വിവാഹം കഴിക്കുന്നത്? ഉത്തരം: സഹോദരന്മാരുടെ ഇടയിൽ നിന്നും ജന്മദേശത്തു നിന്നും. മരിച്ചവൻ്റെ നാമം എങ്ങനെ നിലനിർത്താനാണ് ബോവാസ് ആഗ്രഹിക്കുന്നത്?
ഉത്തരം അനന്തരാവകാശികളിലൂടെ. കർത്താവ് ബോവാസിൻ്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ ആരെപ്പോലെ ആക്കട്ടെ എന്നാണ് അവർ ആശംസിക്കുന്നത്. ഉത്തരം ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഹേൽ, ലേയ എന്നിവരെ പോലെ. പെരേസ് ആരുടെ മകനാണ്? ഉത്തരം യൂദായുടെയും താമാറിൻ്റെയും. റൂത്ത് ഒരു പുത്രനെ പ്രസവിച്ചപ്പോൾ സ്ത്രീകൾ ആരോടാണ് സംസാരിക്കുന്നത്? ഉത്തരം നവോമിയോട്. ബോവാസ് റൂത്തിനെ ഭാര്യയായി സ്വീകരിച്ച ശേഷം അവർക്കുണ്ടായ പുത്രന് അയൽക്കാരായ സ്ത്രീകൾ ഇട്ട പേരെന്താണ്? ഉത്തരം ഓബദ്. റൂത്തിൻ്റെ പുത്രനായ ഓബദ് ആരുടെ പിതാവാണ്? ഉത്തരം ദാവീദിൻ്റെ പിതാവായ ജസ്സയുടെ പിതാവാണ്. ഹെബ്രോൻ്റെ പിതാവ് ആരാണ്? ഉത്തരം പേരസ്. രാം ആരുടെ പിതാവാണ്? ഉത്തരം അമിനാദാബിൻ്റെ. രാമിൻ്റെ പിതാവ് ആരാണ്? ഉത്തരം ഹെബ്രോൻ. അമിനാദാബ് ആരുടെ പിതാവാണ്? ഉത്തരം നക്ഷോൻ്റെ. നക്ഷോൻ ആരുടെ പിതാവാണ്? ഉത്തരം സൽമോൻ്റെ. സൽമോൻ്റെ മകൻ ആരാണ്? ഉത്തരം ബോവാസ്. ബോവാസ് ആരുടെ പിതാവാണ്? ഉത്തരം ഓബദിൻ്റെ. ദാവീദിൻ്റെ പിതാവ് ആരാണ്? ഉത്തരം ജസ്സെ. ഓബദ് ആരുടെ പിതാവാണ്? ഉത്തരം ജസ്സയുടെ.